മിതമായി മാത്രം വാക്കുകൾ ഉപയോഗിച്ച വ്യക്തി, സൗമ്യൻ, സാമ്പത്തിക രംഗത്തും അല്ലാതെയും പ്രധാനമന്ത്രി എന്ന നിലയിൽ താൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സർക്കാരിൻ്റെ പേരിൽ മാത്രം അറിയപ്പെടണമെന്ന് ശാഠ്യം പിടിച്ച നിസ്വാർത്ഥൻ. അങ്ങനെ നീളുന്നു മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾക്കുപരി പ്രവർത്തികൾ കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ. ഏറെ വൈകിയാണെങ്കിലും അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കി. എന്നാൽ നാം ഇന്നും ആ വ്യക്തിയെ മുഴുവനായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2011 മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ഒരു സംഭവം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന് നേരെ മിലിറ്ററി ആക്ഷൻ എടുക്കാൻ മടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല സുരക്ഷയ്ക്കും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു എന്നതിനുള്ള തെളിവാണിത്. പല രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ശക്തമായ അടിത്തറ പാകിയത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വിദേശ നയത്തിലും ദീർഘവീക്ഷണത്തോടെ തന്നെ ഇടപെട്ടിരുന്നു. അതിൽ സുപ്രധാനമായ ഒന്നായിരുന്നു UAE-യുമായി അദ്ദേഹം കാത്തു സൂക്ഷിച്ച ബന്ധം. 2007 UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് പാലസിൽ ഡോക്ടർ മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് UAE-യിലെ പൊതു തൊഴിൽ അവകാശങ്ങളെയും നിയമങ്ങളെയും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രശംസിച്ചിരുന്നു. കൂടാതെ UAE എല്ലാ ജനവിഭാഗങ്ങൾക്കും സുരക്ഷിതമായ സ്ഥലമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ കൂടിക്കാഴ്ചയിൽ എമിറേറ്റ് സെക്യൂരിറ്റി ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയും സെബിയും തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനും പരസ്പര സഹകരണത്തിനുമായി ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. അതുപോലെ സാങ്കേതിക സഹകരണത്തിനുള്ള ധാരണാപത്രവും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് മെട്രോളജിയും തമ്മിലുള്ള ധാരണാപത്രവും ഒപ്പുവെക്കുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2009 $45 ബില്യൺ ഉഭയകക്ഷി വ്യാപാരവുമായി UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ഉയർന്നു. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ മേഖലയിൽ UAE-യിൽ നിന്നുള്ള നിക്ഷേപങ്ങളും ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. 2007 ശേഷം 2010 ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ കൂടുതൽ സഹകരണം, സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കൽ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും സാങ്കേതികവിദ്യ, വ്യാപാരം, നിക്ഷേപം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മുഴുവൻ സാധ്യതകളും ഇരു നേതാക്കളും അന്ന് അവലോകനം ചെയ്തു. തൊട്ടടുത്ത വർഷം UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നയ്യാൻ ഇന്ത്യ സന്ദർശിച്ചു. മൻമോഹൻ സിംഗുമായി അന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ UAE-യും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക വിനിമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി കരാറുകളിലും അന്ന് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതേ വർഷം UAE-യുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയും UAE-യും ഉഭയകക്ഷി വ്യാപാരം 2022-2023 കാലയളവിൽ $84.84 ബില്യൺ ആയിരുന്നു. USA-ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ്. നിലവിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി നടക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് UAE. UAE-യുമായി ഇന്ത്യക്ക് ഇന്ന് നിലനിൽക്കുന്ന ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് അടിത്തറ പാകിയത് മൻമോഹൻ സിംഗ് ആണ്. പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി എന്നീ പദവികളിലിരിക്കെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനങ്ങളും പരിഷ്കാരങ്ങളുടെയും ഫലമാണ് ഇന്ന് ഇന്ത്യ പല മേഖലകളിലും കാഴ്ചവെക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വിദ്യാസമ്പന്നനായ പ്രധാനമന്ത്രി എന്നതിലുപരി ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രി എന്ന ബഹുമതിയാകും ഡോക്ടർ മൻമോഹൻ സിംഗിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി.